അത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ വരുന്നത് പാർലിഗാനത്തിൽ സംഘപരിവാർ സംഘടനകളിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാർലിഗാനത്തെ ഹിന്ദു ഐക്യവേദി പിന്തുണച്ചപ്പോൾ VSP കേസെടുത്തതിനെ പിന്തുണച്ചു. അയ്യപ്പസ്വാമിയെയും മോഷണത്തെയും കുട്ടിക്കളി എന്ന് വിജി തമ്പിയുടെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണെന്നാണ് വിജി തമ്പിയുടെ പ്രതികരണം വരുന്നത്. വിജി തമ്പിയുടെ പ്രതികരണം കേൾക്കാം. അയ്യപ്പസ്വാമിയെയും മോഷണത്തെയും കൂട്ടിക്കെട്ടി ഇങ്ങനൊരു പാരഡി ഗാനം ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. മാത്രമല്ല ഹിന്ദു സമാജത്തെയും ഹൈന്ദവ ബിംബങ്ങളെയും ആരാധനാലയങ്ങളെയും അല്ലേ ഇവർ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നുള്ളൂ. മറ്റു മതങ്ങളിലേക്ക് കടന്നു കയറാൻ ഇവർക്ക് കഴിവുണ്ടോ, ധൈര്യമുണ്ടോ? അപ്പോൾ ഹിന്ദു സമാജം ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കുകയും എതിർക്കുകയുമാണ്. കേട്ടത് വിജി തമ്പിയുടെ പ്രതികരണം. പോറ്റിയെ കയറ്റിയ പാരഡിഗാനത്തെയും എഴുതിയവരെയും അതേസമയം പിന്തുണയ്ക്കുകയാണ് ഹിന്ദു ഐക്യവേദി. പാട്ടിന്റെ വരികളിൽ അവഹേളനമേ കാണുന്നില്ല. എഴുതിയവരുടെ ഉദ്ദേശശുദ്ധിയും നല്ലതാണ്. വിഷയം ഭക്തരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഈണം ഏറ്റെടുത്തതിൽ തെറ്റില്ല എന്നും KP ശശികല മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ വാക്കുകൾ കൂടി കേൾക്കാം. അതിനകത്ത് ഒരു വരി പോലും അയ്യപ്പനെ അപമാനിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അയ്യപ്പ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് വിശ്വാസത്തോടു കൂടി സ്വന്തം വിഷമം, ക്ഷേത്രത്തിൽ കൊള്ള നടന്നതിന്റെ വിഷമം അയ്യപ്പനോട് പറയുന്നതായിട്ടാണ് തോന്നിയത്. ആ ട്യൂണിനപ്പുറം മറ്റൊന്നും അതിനകത്ത് ഒരു അപകീർത്തിപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല. ആ ട്യൂണും ഒരു പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം ആ ട്യൂണും എടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ ഉദ്ദേശശുദ്ധിയിൽ അവിടെ വേറൊരു തരത്തില് നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല. ശബരിമലയിൽ യുവതികളെ കയറ്റി ആയിരങ്ങൾ കരഞ്ഞപ്പോൾ വേദനിക്കാത്തവർക്ക് ഈ പാട്ട് കേട്ട് വേദനിച്ചെങ്കിൽ അത് അവനവന്റെ കുറ്റബോധമാണ്, മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇത് എഴുതിയത് ഒരു ഇതര മതസ്ഥനാണ്, പാടിയത് മറ്റൊരു ഇതര മതസ്ഥനാണ്, ഏറ്റുപാടിയത് എല്ലാവരും ഉണ്ട്. മുസ്ലിം ലീഗിന്റെ വരെ വിജയാഹ്ലാദ പ്രകടനത്തിൽ ഈ പാട്ടാണ് വന്നിരുന്നത്. അപ്പോ അയ്യപ്പസ്വാമി കേരളത്തിന്റെ മൊത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെ കൊണ്ട് അത് ചേട്ടനം വിളിച്ചിട്ട ഇതുവരെ വിളിക്കാത്തതിന്റെ കടം വീട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് എഴുതിയവരും പാട്ട് ചിട്ടപ്പെടുത്തിയവരും തെറ്റ് ചെയ്തു എന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തു? ഇല്ല തോന്നുന്നില്ല. കാരണം അവർ അപകീർത്തിപ്പെടുത്താനാണ് ചെയ്തതെങ്കിൽ തെറ്റാണ്. ഇതിൽ അയ്യപ്പനെ പറ്റി മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. വരികളിൽ തെറ്റില്ല, ഉദ്ദേശശുദ്ധിയിൽ തെറ്റില്ല. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും എന്നോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഹിന്ദു ഐക്യവേദി പറയുകയാണ് അതിലൊരു നെഗറ്റീവ് എലമെന്റ് ഒന്നുമേ ഇല്ല. അതായത് വിദ്വേഷത്തിന്റെയോ മറ്റേതെങ്കിലും ഹാനികരമായിട്ടുള്ള അയ്യപ്പ വിശ്വാസത്തെയും മറ്റും ഹനിക്കുന്ന രീതിയിലുള്ള ഒരു കണികകൾ പോലും ഇല്ല എന്ന് പറയുമ്പോൾ, അതേസമയം മറുവശത്ത് VSP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയുടെ പ്രതികരണം മറിച്ചാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കിടയിൽ, ഈ രണ്ട് സംഘടനകൾക്കിടയിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിജി തമ്പി ഈ ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ അതിലൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഹിന്ദു ഐക്യവേദി വളരെ വ്യക്തമായി തന്നെ ഈ പാരഡി ഗാനത്തെ പിന്തുണയ്ക്കുന്നത് മാത്രമല്ല, അത് എഴുതിയവരുടെ ഉദ്ദേശശുദ്ധിയോ അവരുടെ മതമോ ഒന്നും തന്നെ തിരയേണ്ട കാര്യമില്ല. കാരണം ശബരിമല അയ്യപ്പനെ അതിൽ അവഹേളിക്കുന്നില്ല, അങ്ങനെ ഒരു വരിയും അവർക്ക് വിലയിരുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അത് ഈ പോറ്റിയെ കയറ്റി എന്ന് പറയുന്നത്, അതായത് അവിടെ നടന്ന ഒരു കൊള്ള, അത് അതിനും എത്രയോ താഴെയാണ്, അല്ലെങ്കിൽ പൊറുക്കാവുന്നതും ക്ഷമിക്കാവുന്നതുമായ ഒരു തെറ്റ് മാത്രമാണ് ആ ഈണം എടുത്ത് എന്നത്. മാത്രമല്ല, ആ ഈണം എടുക്കുന്നതിലൂടെ ഇത് ഈ ശബരിമല കൊള്ള പൊതുജനമധ്യത്തിൽ എത്തിക്കാൻ ഉള്ള ഒരു കാരണമായി, ഒരു അവസരമായി അത് ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ഹിന്ദു ഐക്യവേദി സംശയിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ SPT-യിലാണ് അഭിലാഷിന്റെ ചർച്ചയിലാണ് ഈ RV ബാബു കൃത്യമായ കാര്യം അവിടെ നിലപാട് പറയുകയും അത് പാടുക പോലും അദ്ദേഹം വരികൾ പാടുക പോലും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് ആ വരികൾ പരിശോധിക്കുമ്പോൾ എന്താണ് അന്ന് ഇവർ പറഞ്ഞ കാര്യങ്ങൾ, അന്ന് എന്തിനു വേണ്ടിയായിരുന്നു അന്ന് ശബരിമല 2018 സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അമ്മിണിയെയും ബിന്ദു അമ്മിണിയെ ഉൾപ്പെടെയുള്ളവരെ കയറ്റിനെതിരെ ശക്തമായ തെരുവിലേക്ക് ഇറങ്ങിയ സംഘടനകളിൽ ഒന്നാണിത് ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് ആ വരികളിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രശ്നമുണ്ട് ഉദിക്കുന്നില്ല എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് VSPക്ക് അങ്ങനെ തോന്നാത്തത്? അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആശയവിനിമയം നടക്കാത്തതിന്റെ പ്രശ്നമാണോ, അതല്ല മറ്റേതെങ്കിലും രീതിയിൽ സർക്കാരിന്റെ നിലപാടുമായി ചേർന്ന് ഇവർ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക്? ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും രണ്ടും സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്, പരിവാർ സംഘടനകളിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നത് ഇതിലൊരു അവഹേളനമുണ്ട്. ഈ പാട്ട്, അതായത് ശബരിമല അയ്യപ്പനെയും അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും ചേർത്ത് വെച്ച് പ്രശസ്തമായ ഈ ഭക്തിഗാനം അങ്ങനെ ഉപയോഗിച്ചത് തെറ്റാണ്. മാത്രമല്ല, ആ കേസ് എടുത്തത് ശരിയാണെന്നും അതിനിയും അത്തരം കേസുകൾ എടുക്കണമെന്നും പറയുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോഴും ഈ പരിവാർ സംഘടന രണ്ട് അഭിപ്രായം നിൽക്കുന്നത്. ഇതിന് BJPയുടെ ഒരു അഭിപ്രായം നമ്മൾ ആരാഞ്ഞിരുന്നത്. എന്താണ് BJPയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? ഇത് പാർലമെന്റിൽ ഈ പാട്ട് പാടിയത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ
ഇത് കേസെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് BJPയുടെയും സ്റ്റാൻഡ്. അതായത് അതിനോട് ഒരു യോജിപ്പ് BJPക്കും ഇല്ല. അപ്പോൾ സ്റ്റാൻഡ് മാറ്റിയേക്കുമോ, എന്നാലും ഹിന്ദു ഐക്യവേദിയുടെ ഒരു നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഹിന്ദു സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഹിന്ദു ഐക്യവേദിയാണ്. മാത്രമല്ല പ്രശാന്ത്, ഒരു കാര്യം, അതായത് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഒരു ഇതര മതസ്ഥനാണ്, ഒരു മുസ്ലിം മതത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അത് എടുത്തു പറഞ്ഞ് മുന്നോട്ട് വരേണ്ട ഈ സംഘപരിവാർ സംഘടനകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല, ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, അത് ഒരു ഇതര മതസ്ഥരാണെങ്കിൽ പോലും ശബരിമല അയ്യപ്പനെ ശരണം വിളിക്കുന്നു. മാത്രമല്ല ആ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ആ തെറ്റ് ഉറച്ചു പറയുകയല്ലേ. അപ്പോൾ അതിനകത്ത് ആ വരികളിലൊന്നും തന്നെ ഒരു അവഹേളനത്തിന്റെ ഒരു എലമെന്റ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനിപ്പോ എഴുതിയത് ഇതര മതസ്ഥരെന്നല്ല, ഏത് മതസ്ഥരാണെങ്കിലും അതിലൊരു അവഹേളനം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ ചെയ്യുമെന്നാണ് ഹിന്ദു ഐക്യവേദി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ പലരും പറഞ്ഞപ്പോൾ BJPയുടെ പ്രചാരണ വേദിയിൽ പോലും ഇത്തരം പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ തർക്കം വരുന്നില്ല. ഇനിയിപ്പോൾ ഇനി തർക്കം വരുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ചയായില്ല. അപ്പോൾ ഇനി 3 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സജീവമാകും. അപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ നേട്ടം, ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭം ആർക്ക്? അതായത് ഇക്കാര്യത്തിൽ എന്തായാലും CPM-ന് ഇടതുപക്ഷത്തിന് ഈ കേസെടുക്കുന്ന നടപടിയിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ വലയിൽ എന്തായാലും ഹിന്ദു ഐക്യവേദി വീഴാൻ താല്പര്യപ്പെടില്ല. അതായത് ഇപ്പം മുസ്ലിം ലീഗുകാരും ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നും അവർ തെറ്റ് കാണുന്നില്ല. അത് നല്ല കാര്യം തന്നെയാണെന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. അപ്പോൾ അതിലവർ ഹിന്ദു ഐക്യവേദി അതിനകത്ത് രാഷ്ട്രീയം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വിശ്വഹിന്ദു പരിഷത്ത് കൃത്യമായി തന്നെ ഇത് അങ്ങനെ ഉപയോഗിച്ചത് ശരിയല്ല എന്ന് പറയുന്നതിനോട് തന്നെ ഇനി പരിവാർ സംഘടനകൾക്ക് ഇതിലൊരു ഏകാഭിപ്രായം സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരേ പ്ലാറ്റ്ഫോമിൽ പെടുന്ന സംഘടനകളാണ്. അപ്പോൾ അതിലൊരു അഭിപ്രായം ഐക്യം അവർ യോജിച്ചെടുത്ത തീരുമാനമാണ്. ആണെങ്കിലും ഇപ്പോൾ ഒരു ഏകപാതയിലേക്ക് എത്തുമ്പോഴും അവർ ഈ പറഞ്ഞതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന സ്വരത്തിലേക്ക് എല്ലാവരും എത്തും. സംഘപരിവാർ സംഘടനകൾ ഹിന്ദു ഐക്യവേദി ഇതിൽ ഒറ്റ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ നേതാക്കന്മാരെല്ലാവരും തന്നെ പാർട്ടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേസെടുത്ത നടപടി, ഇപ്പോൾ കേസെടുത്തവർ എന്തുകൊണ്ട് മറ്റു പല വിഷയങ്ങളിലും ഇതുപോലെ ഹിന്ദു അവഹേളനങ്ങൾ നടന്നപ്പോൾ കേസെടുത്തില്ല? അത് ശബരിമല യുവതി പ്രവേശ വിഷയത്തിൽ ഭക്തരുടെ വികാരം വിഷമിച്ചപ്പോൾ അന്ന് ഇവർക്ക് വിഷമം എവിടെ പോയി? വികാരം വ്രണപ്പെട്ടില്ലേ എന്ന ചോദ്യമാണ്. എന്തായാലും നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നത് ഈ സംഘപരിവാർ സംഘടനകൾ 2 അഭിപ്രായം, പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സംഘടനകൾ, ഒന്ന് ഹിന്ദു ഐക്യവേദി, ഒന്ന് VHP വിശ്വ ഹിന്ദു പരിഷത്ത്, ഈ 2 പേരും ഹിന്ദു ഐക്യവേദി ഈ പാട്ടിനെ അനുകൂലിക്കുന്നു, കേസെടുത്ത നടപടിയെ അപലപിക്കുന്നു ശക്തമായി. അതേസമയം തന്നെ അയ്യപ്പനെ വെച്ചുള്ള ഈ പാട്ടെഴുത്ത് ശരിയല്ല എന്ന് VHP പറയുകയാണ്, നിലപാടെടുക്കുകയാണ്.